ഓം ശാന്തി. 27/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ വന്നിരിക്കുകയാണ് ബാബയിൽ നിന്ന് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്സിന്റെ സമ്പത്തെടുക്കുന്നതിന്. ഈശ്വരീയ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നതിലൂടെയാണ് ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നത്. നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് ഹെൽത്ത്, അതായത് ശരീരം നന്നായിരിക്കണം. വെൽത്ത്, അതായത് ധനസമ്പത്തി, സാധന സാമഗ്രികൾ, ഇവ ജന്മജന്മാന്തരങ്ങളിലേക്ക് വേണം. അതിനോടൊപ്പം ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ സമ്പത്തും വേണം. ഇവ മൂന്നും എടുക്കുന്നതിനാണ് ബാബയുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്. ഹെൽത്ത് ലഭിക്കുന്നത് യോഗത്തിലൂടെയാണ്. എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നാം ആരോഗ്യവാനായി തീരുന്നു. ഒരു ജന്മത്തേക്ക് മാത്രമല്ല, എല്ലാ ജന്മത്തേക്കും ആരോഗ്യവാനായി തീരുന്നു. വെൽത്ത് ലഭിക്കുന്നത് പഠിത്തത്തിൻ്റെ ആധാരത്തിലാണ്. ബാബ എന്തു പഠിപ്പിക്കുന്നുവോ അത് നന്നായി പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ ജ്ഞാനധനം വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് സ്ഥൂലമായ ധനവും അതിനോടൊപ്പം സാധന സാമഗ്രികളും, ധനം എന്ന് എന്തിനെയെല്ലാം കരുതുന്നുവോ അവയെല്ലാം നമ്മൾക്ക് പ്രാപ്തമാകുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം, മനസ്സിൻ്റേതാണ് സന്തോഷം. ഈ മനസ്സിൻ്റെ സന്തോഷത്തിനും നാം ബാബയെ ഓർമ്മിക്കണം. ബാബയിൽ നിന്ന് സർവ്വസംബന്ധങ്ങളുടെ സ്നേഹവും എടുക്കണം. അതുപോലെ ലോകരുടെ സേവനവും ചെയ്യണം. ഇതിലൂടെയാണ് സന്തോഷം ലഭിക്കുന്നത്. ഇവ മൂന്നും ലഭിക്കുന്നതിന് ബാബ എന്ത് നിർദ്ദേശമാണോ തരുന്നത് ആ നിർദ്ദേശമനുസരിച്ച് നടക്കണം. അപ്പോഴാണ് ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നത്. ചോദ്യം: ബാബ എല്ലാ കുട്ടികൾക്കും വികൽപാജീത്ത് ആകുന്നതിനുള്ള ഏത് യുക്തിയാണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം: വികൽപാജീത്ത് ആകുന്നതിന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി സാഹോദര്യത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കൂ. ശരീരത്തെ കാണുന്നതിലൂടെ വികൽപ്പം വരുന്നു. ഇതിനാൽ ഭൃകുടിയിൽ ആത്മാ സഹോദരനെ കാണൂ. പവിത്രമാകണമെങ്കിൽ ഈ ദൃഷ്ടി ഉറപ്പിക്കണം. നിരന്തരം പതീത പാവനനായ ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെയാണ് കറ മാറുന്നത്, സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത്, വികൽപ്പങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാകുന്നത്. മനസ്സിൽ വരുന്ന അനാവശ്യമായ, വികാരിയായ, മോശമായ ചിന്തകളെയാണ് വികൽപ്പം എന്ന് പറയുന്നത്. ആ വികൽപ്പത്തെ ജയിക്കുന്നതിന് ഞാൻ ആത്മാവ് സഹോദരനാണ്, മറ്റാത്മാക്കളും സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടിയിലൂടെ നോക്കണം. ശരീരത്തെ നോക്കുന്നതിലൂടെയാണ് വികൽപ്പം വരുന്നത്. ഇതിനാൽ ഭൃകുടി മധ്യേ ആത്മാവിനെ തന്നെ നോക്കണം. ഇത് ഒരു പരിശീലനമാണ്. എത്ര നമ്മൾ പരിശീലിക്കുന്നുവോ അത്രയും ഈ ദൃഷ്ടി ഉറപ്പാകും. ഒരുപക്ഷെ അത് പ്രായോഗിക തലത്തിൽ വന്നെന്നിരിക്കില്ല. പക്ഷെ തീർച്ചയായും പരിശ്രമം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരിക്കലും പരിശ്രമം വിട്ടുകളയരുത്. പവിത്രമാകണം എന്നുണ്ടെങ്കിൽ ഈ ദൃഷ്ടി ഉറപ്പിക്കുക തന്നെ വേണം. നിരന്തരം നമ്മുടെ ബാബയെ ഓർമ്മിക്കണം. ബാബ പതീത പാവനനാണ്, അതായത് മോശമായതിനെ ശുദ്ധമാക്കുന്നവനാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അശുദ്ധി വരികയാണ് എങ്കിൽ അതിനെ എങ്ങനെ മാറ്റണം എന്നത് ബാബ പറഞ്ഞു തരുന്നു. ബാബയുടെ ഓർമ്മയിലൂടെയാണ് കറ മാറുന്നത്. സന്തോഷവും വർദ്ധിക്കും. കാരണം എത്ര നമ്മൾ ശുദ്ധമാകുന്നുവോ അത്രയും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒപ്പം ഇത്തരത്തിലുള്ള മായയുടെ കൊടുങ്കാറ്റിനെ അല്ലെങ്കിൽ വികൽപ്പങ്ങളെ വിജയിക്കാനും സാധിക്കും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് സ്വയം സമ്പത്തിവാൻ ആകണം. ഒന്നും
ചോദിച്ച് മേടിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയും പവിത്രതയുടെ ധാരണയിലൂടെയും പദമാപദം പതി ആകണം. 2. രാഹുവിൻ്റെ ഗ്രഹണത്തിൽ നിന്ന് മുക്തമാകുന്നതിന് വികാരങ്ങളുടെ ദാനം നൽകണം. ഹിയർ നോ ഈവൽ. ഏത് കാര്യങ്ങളിലൂടെയാണോ ഏണിപ്പടി താഴോട്ടിറങ്ങിയത്, നിർഗുണരായത്, അവയെ ബുദ്ധി കൊണ്ട് മറക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുന്നതിലൂടെ ധനവാൻ ആകുന്നു. കാരണം ജ്ഞാനം വരുമാന മാർഗമാണ്. നമ്മൾ ഒരിക്കലും ആരോടും ഒന്നും ചോദിച്ചു മേടിക്കരുത്. നമ്മൾക്ക് ബാബയോട് പറയാം, ബാബയായി നൽകുകയാണെങ്കിൽ ശരി, ഇല്ല എങ്കിൽ നമ്മൾക്കതിൻ്റെ ആവശ്യമുണ്ടാകില്ല, അതുകൊണ്ടാണ് നമ്മൾക്കത് ലഭിക്കാത്തത്. എന്നാലും ഒരിക്കലും ഒന്നും ചോദിച്ചു മേടിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയും പവിത്രതയുടെ ധാരണയും ഉണ്ടെങ്കിൽ പദമാപദം പതി ആകാൻ സാധിക്കും. അതിനാൽ ബാബയെ ഓർമ്മിക്കണം, പവിത്രമാകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഗ്രഹണത്തിൽ നിന്ന് മുക്തമാകുന്നതിന് വികാരം ദാനം ചെയ്യണം. പറയാറുണ്ട്, ദാനം നൽകുകയാണെങ്കിൽ കഷ്ടപ്പാട് മാറും എന്ന്. രാഹുവിൻ്റെ ഗ്രഹണം എന്നാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട് എങ്കിൽ അതിനർത്ഥം ഏതെങ്കിലും കർമ്മക്കണക്ക് തീരുകയാണ്. അത് മനസ്സിലാക്കി തൻ്റെ പുരുഷാർത്ഥത്തിൽ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ മോശമായത് കേൾക്കരുത്, കാണരുത്, ചെയ്യരുത്, പറയരുത്, ചിന്തിക്കരുത്. നമ്മൾ ഏണിപ്പടി താഴേക്കിറങ്ങിയത് ശരീരബോധത്തിൽ വന്നതുകൊണ്ടാണ്. ശരീരബോധത്തിന് മുഖ്യത്വം കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതിനാൽ ആ കാര്യങ്ങളെയെല്ലാം ബുദ്ധി കൊണ്ട് മറക്കണം. വരദാനം: ആദ്യം താങ്കൾ എന്ന മന്ത്രത്തിലൂടെ സർവരുടെയും സ്വമാനം പ്രാപ്തമാക്കുന്ന നിർമ്മാണരും മഹാനരും ആയി ഭവിക്കട്ടെ. ഈ മഹാമന്ത്രം സദാ ഓർമ്മയുണ്ടായിരിക്കണം. വിനയമുള്ളവർ തന്നെയാണ് സർവ മഹാനായിട്ടുള്ളത്. ആദ്യം താങ്കൾ എന്ന് ചെയ്യുന്നത് സർവരുടെയും സ്വമാനം പ്രാപ്തമാക്കുന്നതിനുള്ള ആധാരമാണ്. മഹാൻ ആകുന്നതിന് ഈ മന്ത്രം വരദാന രൂപത്തിൽ സദാ ഒപ്പം വയ്ക്കണം. വരദാനങ്ങളിൽ നിന്ന് പാലനയെടുത്ത് പറന്നുകൊണ്ട് ലക്ഷ്യത്തിലെത്തണം. പരിശ്രമം വരുന്നത് വരദാനങ്ങളെ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്. വരദാനങ്ങളിൽ പാലിക്കപ്പെടുന്നുവെങ്കിൽ, വരദാനങ്ങളെ കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശ്രമം സമാപ്തമാകും. സദാ സഫലതയും സന്തുഷ്ടതയും അനുഭവിക്കുകയും ചെയ്യും. സർവരിൽ നിന്നും ബഹുമാനം പ്രാപ്തമാക്കുന്നതിനുള്ള ആധാരമാണ് ആദ്യം താങ്കൾ എന്നത്. പരിശ്രമത്തിൻ്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ തന്നെ ചെയ്യണം. എന്നാൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ പ്രാലബ്ധം അല്ലെങ്കിൽ പ്രശംസ എടുക്കുന്ന സമയത്ത് ആദ്യം താങ്കൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുൻനിർത്തണം. ഇതിനെ തന്നെയാണ് വിനയമെന്ന് പറയുന്നത്. വിനയമുള്ളവരാണ് മഹാൻ ആകുന്നത്. മഹാൻ ആകുന്നതിന് ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കണം. വരദാനമായി ഓർമ്മയിൽ വയ്ക്കണം, കാര്യത്തിൽ ഉപയോഗിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പരിശ്രമം സമാപ്തമാകും. സദാ സഫലതയും സന്തുഷ്ടതയും അനുഭവപ്പെടും. സ്ലോഗൻ: മുഖത്തിലൂടെ സേവനം ചെയ്യുന്നതിന് തൻ്റെ പുഞ്ചിരിക്കുന്ന രമണീകവും എന്നാൽ ഗാംഭീര്യവും നിറഞ്ഞ സ്വരൂപം ഇമർജ് ചെയ്യൂ. നാം കെയർഫുള്ളും ആയിരിക്കണം, എന്നാൽ ചിയർഫുള്ളും ആയിരിക്കണം. അതിനെയാണ് ഇന്ന് ബാബ രമണീകമെന്നും ഗാംഭീര്യം നിറഞ്ഞവരെന്നും പറയുന്നത്. എപ്പോഴാണോ ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അപ്പോൾ മുഖത്തിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി.